കൺസപ്ഷൻ വർദ്ധിക്കുന്ന രീതിയിൽ GST സ്ലാബുകൾ പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. നിഫ്റ്റി 0.64% ഉയർന്ന് 24,737 ക്ലോസിംഗ് നൽകി. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ സാധിക്കും. അതേസമയം ലോവർ വിഗോട് കൂടിയ ബുള്ളിഷ് ക്യാൻഡിൽ ബോട്ടം ലെവലിൽ നിന്നുള്ള ബൈയിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ നിഫ്റ്റി 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന ലെവലിന് മുകളിലും ബോളഞ്ചിയർ ബാൻഡിൻ്റെ മിഡിൽ എന്ന ലെവലും മറികടക്കുകയും ചെയ്തു. അതേസമയം 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് തുടങ്ങിയ റേഞ്ചുകൾ റെസിസ്റ്റൻസായി നിലനിൽക്കുകയാണ്. MACDയും സിഗ്നൽ ലൈനിന് താഴെയാണ്. അതായത് ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് മിക്സഡ് സിഗ്നലുകളാണ് ലഭിക്കുന്നത്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി തുടരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 24,750 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 24,750 മുകളിൽ മാർക്കറ്റ് ഡിസിസീവായി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻ്റ് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് 25,000 വരെ ഉയർന്നേക്കാം. 24,600 മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് സ്വിഗ്ഗിയുടെ ഫുഡ് ഡെലിവറി ഓർഡേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ഫീസ് 12 രൂപയിൽ നിന്നും 15 രൂപയിലേക്ക് ഉയർത്തിയതിനെ തുടർന്ന് സ്വിഗ്ഗി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ അപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ കമ്പനിയിലെ ഒരു പ്രമുഖ ഇൻവെസ്റ്ററായ വെസ്റ്റ് ബ്രിഡ്ജ് അപ്റ്റസ് വാല്യൂവിൻ്റെ 16.5% സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ഓഫ്ലോഡ് ചെയ്യുകയാണ്. 316 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് അപ്റ്റസ് വാല്യൂ എന്ന ഷെയറിൽ ഓഫർ ഫോർ സെല്ലിംഗ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫിനിറ്റി ലൂപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയായ എസ്റ്റർ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ലാൻഡ് അക്വിസിഷൻ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ എസ്റ്റർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ക്യാമ്പസ് ആക്റ്റീവ് വെയർ ഉത്തരാഖണ്ഡ് ബേസ്ഡ് കമ്പനിയായ നൈനി പാനൽ ഇൻഡസ്ട്രീസിൻ്റെ ബിൽഡിങ്ങും മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും 74 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസ് ആക്റ്റീവ് വെയറും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ബെൽ എന്ന കമ്പനിക്ക് മധ്യപ്രദേശ് പവർ ലിമിറ്റഡിൽ നിന്നും 2,600 കോടി രൂപയുടെ 1,800 മെഗാവാട്ട് ശേഷിയുള്ള പവർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബെൽ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള CCTV സർവൈലൻസ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി റെയിൽടെൽ എന്ന കമ്പനിക്ക് 15 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും ലഭിച്ചതുകൊണ്ട് റെയിൽടെൽ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഓഗസ്റ്റ് മാസത്തെ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 4.5% വർദ്ധിച്ച് 2,403 യൂണിറ്റിലേക്ക് എത്തുകയും ഡൊമസ്റ്റിക് സെയിൽസിൽ 6.6% വളർച്ച ഉണ്ടാവുകയും ചെയ്തു. അതേസമയം എക്സ്പോർട്ട് 26% ഡിക്ലൈനായി. SW സോളാർ എന്ന കമ്പനിക്ക് 40 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാൻ സാധ്യതയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് 120 കോടി രൂപയുടെ ഓർഡർ GHV ഇൻഫ്ര എന്ന കമ്പനിക്ക് ലഭിച്ചതുകൊണ്ട് GHV ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയ കസ്റ്റമേഴ്സിന് നൽകാനുള്ള സബ്സിഡറി അടിയന്തരമായി നൽകാൻ ഡൽഹി ഹൈക്കോർട്ട് ഓർഡർ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ക്രിട്ടിക്കൽ ആൻഡ് റെയർ എർത്ത് മിനറൽസിൻ്റെ റീസൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് 1,500 കോടി രൂപയുടെ ഒരു ഇൻസെൻറ്റീവ് സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എക്സൈഡ്, അമരാജ, ഗ്രാവിറ്റ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.